ജോഗ്രഫി സെക്കൻഡ് ചാപ്റ്റർ ക്ലൈമറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന പാഠഭാഗത്തിൻ്റെ ബാക്കി നോക്കാം. പേജ് നമ്പർ 44. ട്രോപ്പിക്കൽ റീജിയൻ അഥവാ ഉഷ്ണമേഖലയിലെ 3 വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി നമുക്ക് ഉപോഷ്ണ മേഖലയിലെ ചില കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതകൾ പഠിക്കാം. അതായത് ടെമ്പറേറ്റ് സോണിലെ ക്ലൈമറ്റിക് റീജിയൻസിനെ കുറിച്ച് നോക്കാം. മെഡിറ്ററേനിയൻ ക്ലൈമറ്റിക് റീജിയൻ, മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല. Have you seen the location of the Mediterranean Sea on the map figure 2.9? The areas around this sea are the Mediterranean region. ഭൂപടത്തിൽ, അതായത് നെക്സ്റ്റ് പേജിലാണ് ഭൂപടം കൊടുത്തിരിക്കുന്നത്. 2.9. മെഡിറ്ററേനിയൻ കടലിൻ്റെ സ്ഥാനം ശ്രദ്ധിച്ചില്ലേ? ഈ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് മെഡിറ്ററേനിയൻ പ്രദേശങ്ങൾ. It is region that experiences dry summers and humid winters. Temperature of around 20 to 25 degrees Celsius is experienced in summer. Highest temperature during winter is 10 to Celsius to 16 degrees Celsius. Winter rainfall of 30 to 75 cm distinguishes this region from other climatic regions. Rains during the winter are beneficial to the winter crops. വരണ്ട വേനൽക്കാലവും ആർദ്ര ശൈത്യകാലവും അനുഭവപ്പെടുന്ന പ്രദേശമാണിത്. വേനൽക്കാലത്ത് ഏകദേശം 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില അനുഭവപ്പെടുന്നു. ശൈത്യകാലത്ത് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 16 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉയർന്ന താപനില. ശൈത്യകാലത്ത് 35 സെൻറ്റിമീറ്റർ മുതൽ 75 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നു എന്നതാണ് ഈ മേഖലയെ മറ്റ് കാലാവസ്ഥാ മേഖലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അതായത് ശൈത്യകാലത്ത് 35 സെൻറ്റിമീറ്റർ മുതൽ 75 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നു എന്നതാണ് ഈ മേഖലയെ മറ്റ് കാലാവസ്ഥാ മേഖലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ശൈത്യകാല മഴ ശീതകാല വിളകൾക്ക് ഏറെ പ്രയോജനപ്രദമാണ്. Apart from the coast of Mediterranean Sea, some other regions lying between 30 degree and 45 degree latitudes also experience the same climate. All these regions are collectively known as the Mediterranean climatic region. മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരങ്ങൾക്ക് പുറമെ 30 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ മറ്റ് ചില പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. ഈ പ്രദേശങ്ങളെയെല്ലാം ചേർത്ത് പൊതുവായി മെഡിറ്ററേനിയൻ കാലാവസ്ഥ മേഖല എന്ന് വിളിക്കുന്നു, അഥവാ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻസ്. Observe the map and atlas identify the areas included in the Mediterranean climatic region. Depict them on the world map and add to my own atlas. ഭൂപടം അറ്റ്ലസ് ഒക്കെ നിരീക്ഷിച്ചിട്ട് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ തിരിച്ചറിയണം. ലോക ഭൂപട രേഖയിൽ അവ ചിത്രീകരിച്ച് എൻ്റെ ഭൂപട ശേഖരത്തിൽ ഉൾപ്പെടുത്തുക. നെക്സ്റ്റ് പേജ്. Westerlies are responsible for winter rainfall in the Mediterranean region. Dense forests are not found due to low rainfall. Tall evergreen trees such as oak and sequoia, evergreen conifers such as pine and fir and shrubs are found here. Fruits and vegetables are the major producers of this region. Cereals and pulses are also cultivated wherever possible. പശ്ചിമവാതങ്ങളാണ് ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നത്. മഴയുടെ അളവ് കുറവായതിനാൽ തന്നെ നിബിഡ വനങ്ങൾ ഈ മേഖലയിൽ കാണപ്പെടാറില്ല. ഓക്ക്, സിഖോയ തുടങ്ങിയ ഉയരം കൂടിയ നിത്യഹരിത വൃക്ഷങ്ങളും പൈൻ, ഫിർ തുടങ്ങിയ നിത്യഹരിത കുറ്റിച്ചെടികളും കാണപ്പെടുന്നു.
പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് ഇവിടുത്തെ പ്രധാന കൃഷി. സാധ്യമായ ഇടങ്ങളിലൊക്കെ തന്നെ ധാന്യ കൃഷിയും കണ്ടുവരുന്നുണ്ട്. Agricultural practices developed according to the climate conditions and related activities make the Mediterranean region an area of great economic importance. The Mediterranean countries are the world's leading producers of wine. About 70% of citrus fruit exports comes from the Mediterranean countries. കാലാവസ്ഥ സാഹചര്യങ്ങൾക്കനുസരിച്ച് വികസിപ്പിച്ച കൃഷിരീതിയും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് മെഡിറ്ററേനിയൻ പ്രദേശത്തെ ഏറെ സാമ്പത്തിക പ്രാധാന്യമുള്ള മേഖലയാക്കി മാറ്റുന്നത്. അതായത് കാലാവസ്ഥ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് അവർ കൃഷിയൊക്കെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഓരോ കാലാവസ്ഥയിലും ഓരോ കൃഷി എന്നുള്ള രീതി. ലോകത്തിലെ വൈൻ ഉൽപ്പാദനത്തിൽ മുന്നിലുള്ളത് മെഡിറ്ററേനിയൻ രാജ്യങ്ങളാണ്. മെഡിറ്ററേനിയൻ പെടുന്ന രാജ്യങ്ങളാണ് വൈൻ ഉൽപ്പാദനത്തിൽ മുന്നിലുള്ളത്. നാരങ്ങ നാരകങ്ങളുടെ കയറ്റുമതിയുടെ 70% മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ നിന്നുമാണ്. As in the tropics, in the interior of the subtropical zone, the maritime influence is minimal and treeless grasslands are found. These are the temperate grasslands. ഉഷ്ണമേഖലയിലേതുപോലെ മിതോഷ്ണ മേഖലയിലുള്ള ഉൾപ്രദേശങ്ങളിലും സമുദ്ര സ്വാധീനം തീരെ കുറവാണ്. വൃക്ഷരഹിതമായ പുൽമേടുകൾ അതുകൊണ്ട് തന്നെ ഇവിടെ കാണപ്പെടുന്നു. ഈ പ്രദേശങ്ങളാണ് മിതോഷ്ണ പുൽമേടുകൾ, ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സ്. എന്താണ് ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൃക്ഷരഹിതമായ പുൽമേടുകൾ, അതായത് വൃക്ഷങ്ങളൊന്നുമില്ലാത്ത പുൽമേടുകളെയാണ് മിതോഷ്ണ പുൽമേടുകൾ എന്ന് അറിയപ്പെടുന്നത്. ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സ്, മിതോഷ്ണ പുൽമേടുകൾ. These grasslands are located in both the hemisphere at a latitudes between 40 degree and 50 degree and are known by different names in different regions. Observe the map given below. Find out the continents where grasslands are located and complete the table below. അതായത് എന്താണ് മിതോഷ്ണ പുൽമേടുകൾ, ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സ്? ഇരു അർദ്ധഗോളങ്ങളിലുമായിട്ട് 40 ഡിഗ്രി മുതൽ 35 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് ഈ പുൽമേടുകളുടെ സ്ഥാനം. ഇവ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ചുവടെ നൽകിയിട്ടുള്ള ഭൂപടം നിരീക്ഷിച്ചിട്ട് മിതോഷ്ണ പുൽമേടുകൾ, ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സ് ഏതൊക്കെ വൻകരയിലാണെന്ന് ഏതൊക്കെ കോണ്ടിനെൻറ്റിലാണെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കണം. കോണ്ടിനെൻ്റ് ഏഷ്യ. ഏഷ്യയിൽ നെയിം ഓഫ് ദി ഗ്രാസ്ലാൻഡ് അറിയപ്പെടുന്നത് സ്റ്റെപ്പീസ്. ആഫ്രിക്ക, ആഫ്രിക്കയിൽ വെൽഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഓസ്ട്രേലിയ ഡൗൺസ് എന്നാണ് അറിയപ്പെടുന്നത്. നോർത്ത് അമേരിക്കയിൽ പ്രയറീസ് എന്നാണ് അറിയപ്പെടുന്നത്. സൗത്ത് അമേരിക്കയിൽ പാമ്പാസ് എന്നാണ് അറിയപ്പെടുന്നത്. Though temperate grasslands are found in different parts of the world, their climatic characteristics are almost the same. Short summers and long winters are the characteristics of the temperate grasslands. These regions experience high temperature in summer as they are located at the interior of the continents. Average winter temperature ranges from 2 degree to 13 ഡിഗ്രി സെൽഷ്യസ്. അതായത് ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സ് അഥവാ മിതോഷ്ണ പുൽമേടുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നതെങ്കിലും അവയുടെ കാലാവസ്ഥ സവിശേഷതകൾ ഏറെക്കുറെ സമാനമാണ്, ഒരുപോലെയാണ്. ഹ്രസ്വമായ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവുമാണ് മിതോഷ്ണ പുൽമേടുകളിലെ കാലാവസ്ഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഭൂഖണ്ഡങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ മേഖലയിൽ വേനലിൽ ഉയർന്ന താപനില അനുഭവപ്പെടുന്നു. 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ
13 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ശൈത്യകാല താപനില. Rainfall here ranges from 25 cm to 60 cm. Fluctuations in the rainfall availability is reflected in vegetation also. Due to less rain, trees are also few. Varieties of grass are generally found. Since temperate grasslands are natural grazing lands, most of the inhabitants are shepherds. ഇവിടെ 25 സെൻറ്റിമീറ്റർ മുതൽ 60 സെൻറ്റിമീറ്റർ വരെയാണ് മഴ ലഭിക്കുന്നത്. മഴ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലൊക്കെ സസ്യജാലങ്ങളിൽ കാണാൻ കഴിയും. മഴ കുറവായതിനാൽ മരങ്ങളും കുറവാണ്. പുല്ലുവർഗത്തിൽപ്പെട്ട വിവിധ ഇന സസ്യങ്ങളാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. മിതോഷ്ണ പുൽമേടുകൾ സ്വാഭാവികമായിട്ട് മേച്ചിൽ പുറങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ധാരാളം ഇടയ ജനവിഭാഗങ്ങളും വസിക്കുന്നുണ്ട്. അതായത് പശുവിനെയും ആടിനെയും ഒക്കെ മേയിച്ചു നടക്കുന്ന ജനവിഭാഗങ്ങൾ. Nowadays, grasslands are widely converted into agricultural lands. Commercial mechanized grain farming and animal husbandry are increasing day by day in this region. ഇന്ന് പുൽമേടുകളൊക്കെ വ്യാപകമായ രീതിയിൽ കൃഷിഭൂമികളായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ടു. അതൊക്കെ ഈ പുൽമേടുകളെല്ലാം തന്നെ കൃഷിഭൂമികളായിട്ട് മാറ്റപ്പെട്ടു. വ്യാവസായിക അടിസ്ഥാനത്തിൽ, അതായത് മെഷീൻ ഉപയോഗിച്ച് യന്ത്രവൽകൃതമായിട്ടുള്ള ധാന്യകൃഷിയും മൃഗപരിപാലനവും ഈ മേഖലയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. The flora and fauna and the life of the people of each region are formed according to the climate characteristics. However, as part of the technological progress achieved over time, humans are changing the natural features of many areas. കാലാവസ്ഥാ സവിശേഷതകൾക്ക് അനുസരിച്ചാണ് ഓരോ മേഖലയിലെയും സസ്യജാലങ്ങളും ജനജീവിതവും ഒക്കെ രൂപപ്പെടുന്നത്. എങ്കിലും കാലത്തിനനുസരിച്ച് കൈവരിക്കുന്ന സാങ്കേതിക പുരോഗതിയുടെയൊക്കെ ഭാഗമായിട്ട് മനുഷ്യർ പല മേഖലകളുടെയും സ്വാഭാവിക സവിശേഷതകളിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതായത് കാലാവസ്ഥാ സവിശേഷതകൾക്കനുസരിച്ചാണ് ഓരോ മേഖലയിലും സസ്യജാലങ്ങളും ജന്തുജാലങ്ങളൊക്കെ ജീവിക്കുന്നത്, അല്ലേ? എങ്കിലും ഈ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ പല മേഖലകളും അതനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ കാണാമെന്ന് സാരം. Don't you see that the temperate grasslands which were once natural grazing lands have been now converted into areas of agriculture and animal husbandry practiced widely on industrial basis? സ്വാഭാവിക മേച്ചിൽപ്പുറങ്ങളായിരുന്ന ഈ മിതോഷ്ണ പുൽമേടുകൾ അഥവാ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സ് വ്യാവസായിക അടിസ്ഥാനത്തിൽ വ്യാപകമായിട്ട് കൃഷിയും മൃഗപരിപാലനവും ഒക്കെ നടത്തുന്നിടങ്ങളായിട്ട് മാറ്റപ്പെട്ടത് കണ്ടു, അല്ലേ? Efforts to utilize all possible areas of the world will continue as long as there is ever increasing population and human needs. ജനസംഖ്യയും മനുഷ്യൻ്റെ ആവശ്യങ്ങളും ഒക്കെ അനുദിനം വർദ്ധിച്ചു വരുന്ന വർത്തമാനകാലത്ത് സാധ്യമായ പ്രദേശങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങളും ജനസംഖ്യയൊക്കെ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ പറ്റാവുന്ന ഇടങ്ങൾ എല്ലാം തന്നെ അത് കൃഷി ചെയ്യാനും മൃഗപരിപാലനത്തിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടരും. Prairie, the granary of the world. The prairie, the temperate grasslands of North America, are often referred to as the world's granary. Nearly 2 million acres of this vast grasslands spread across the United States and Canada are under commercial grain cultivation today. Wheat is the main crop. Moderate temperature, rainfall availability and fertile soil make this region highly suitable for wheat cultivation. The large-scale production of wheat earned the prairies the title of the world's granary. പ്രയറി ലോകത്തിൻ്റെ ധാന്യ കലവറ. വടക്കേ അമേരിക്കയിലെ ഒരു മിതോഷ്ണ പുൽമേടായ പ്രയറി
പുൽമേടുകളെയാണ് ലോകത്തിൻ്റെ ധാന്യകലവറ എന്ന് വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയിലും കാനഡയിലുമായി വ്യാപിച്ചിരിക്കുന്ന ഈ വിശാലമായ പുൽമേടിൽ ഏകദേശം 2 ദശലക്ഷം ഏക്കർ ഭൂമിയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ധാന്യ കൃഷി ചെയ്തു വരുന്നു. ഗോതമ്പാണ് ഇവിടെ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന വിള എന്ന് പറയുന്നത്. മിതമായ താപനിലയും മഴ ലഭ്യതയും ഫലഭൂയിഷ്ഠമായ മണ്ണും ഈ പ്രദേശത്തെ ഗോതമ്പ് കൃഷിക്ക് ഏറെ അനുയോജ്യമാക്കുന്നു. വൻ തോതിലുള്ള ഗോതമ്പ് ഉൽപ്പാദനമാണ് പ്രയറി പുൽമേടുകളെ ലോകത്തിൻ്റെ ധാന്യ കലവറ എന്ന വിശേഷണത്തിന് അർഹമാക്കിയത്. അതായത് പ്രയറി എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിലെ ഒരു പുൽമേടാണ്. മിതോഷ്ണ പുൽമേടാണ് അഥവാ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡാണ്. ലോകത്തിൻ്റെ ധാന്യ കലവറ എന്നാണ് ഈ പ്രയറി പുൽമേടിനെ വിശേഷിപ്പിക്കുന്നത്. വേൾഡ്സ് ഗ്രാനറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുൽമേട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിതോഷ്ണ പുൽമേട് ഏതാണെന്ന് ചോദിച്ചാൽ പ്രയറി. Let's examine the geographical features and life of the people in the climatically difficult cold region. ഇനി നമുക്ക് ശൈത്യ മേഖലകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളും ജനജീവിതവും ഒന്ന് പരിശോധിക്കാം. അവിടെ അതായത് കോൾഡ് റീജിയനിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഏറെ ദുഷ്കരമായ കാലാവസ്ഥയാണ്. അവിടുത്തെ ജനജീവിതവും ശാസ്ത്ര സവിശേഷതകളും ഭൂമിശാസ്ത്ര സവിശേഷതകളും നോക്കാം. ടൈഗെ റീജിയൻ, ടൈഗെ മേഖല. It is a cold region located between latitudes of 55 degree and 70 degree in the northern hemisphere. Short summers and long winters are experienced there. Summer temperature is from 15 degrees Celsius to 20 degrees Celsius, while winter temperature drops up to -13 degrees Celsius to -25 degrees Celsius. This region receives an annual rainfall of 50 cm to 70 cm. In winter, participation is in the form of snowfall. ഉത്തരാർദ്ധഗോളത്തിൽ 5.5 ഡിഗ്രി മുതൽ 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശൈത്യ മേഖലയാണിത്. കോൾഡ് റീജിയനാണ്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവും ഇവിടെ അനുഭവപ്പെടുന്നു. അതായത് വേനൽക്കാലം വളരെ കുറഞ്ഞ തോതിലും തണുപ്പ് കാലം ഒരുപാട് നാൾ നിലനിൽക്കുമെന്നർത്ഥം. 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെ വേനൽക്കാല താപനില അനുഭവപ്പെടുമ്പോൾ ശൈത്യകാല താപനില -13 ഡിഗ്രി സെൽഷ്യസ് മുതൽ -25 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. 50 സെൻറ്റിമീറ്റർ മുതൽ 70 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന ഇവിടെ ശൈത്യകാലത്ത് വർഷണം, മഴ എന്ന് പറയുന്നത് മഞ്ഞ് വീഴ്ചയുടെ രൂപത്തിലാണ്. തണുപ്പ് കാലത്ത് ഇവിടെ മഴ പെയ്യുമ്പോൾ അത് മഞ്ഞ് വീഴ്ച പോലെയാണ് പെയ്യുന്നത്. ടൈഗെ ക്ലൈമാറ്റിക് റീജിയൻ ഈസ് ആബ്സെൻറ്റ് ഇൻ ഹൈ ലാറ്റിറ്റ്യൂഡ്സ് ഓഫ് സൗത്തേൺ ഹെമിസ്ഫിയർ ബിക്കോസ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ലാൻഡ് മാസ് ഈസ് ജനറലി ലെസ്. ദക്ഷിണാർദ്ധഗോളത്തിൽ അഥവാ സൗത്തേൺ ഹെമിസ്ഫിയറിൽ ഉയർന്ന അക്ഷാംശങ്ങളിൽ വൻകരകളുടെ വ്യാപ്തി പൊതുവെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ടൈഗെ റീജിയൻ അവിടെ കാണപ്പെടുന്നില്ല. This region is dominated by subarctic coniferous evergreen trees. Taiga is the Russian word for coniferous trees. This region is named as taiga because of the abundance of such coniferous trees. Coniferous trees such as pine, fir and spruce are the main vegetation types. ഈ മേഖലയിൽ കൂടുതലായിട്ട് വളരുന്ന സസ്യങ്ങൾ എന്ന് പറയുന്നത് ഉപ ആർട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന സ്തൂപികാഗ്ര നിത്യഹരിത വൃക്ഷങ്ങളാണ്. സബ് ആർട്ടിക് കോൺഫിറസ് എവർഗ്രീൻ ട്രീസ് ആണ് ഈ മേഖലയിൽ കൂടുതലായിട്ട് വളരുന്നത്. ഇതേപോലെയുള്ള അതായത് ഈ സ്തൂപികാഗ്ര വൃക്ഷങ്ങളെ റഷ്യൻ ഭാഷയിൽ ടൈഗെ എന്നാണ് വിളിക്കുന്നത്. ഇവ ധാരാളം കാണപ്പെടുന്ന മേഖല ആയതുകൊണ്ടാണ് ഈ മേഖല ടൈഗെ എന്ന് അറിയപ്പെടുന്നത്. സ്തൂപികാഗ്ര നിത്യഹരിത വൃക്ഷങ്ങളായ അതായത് സബാർട്ടിക് കോൺഫിറസ് എവർഗ്രീൻ ട്രീസ് ഏതൊക്കെയാണ്? പൈൻ, ഫിർ, സ്പ്രൂസ് എന്നിവയാണ്. ഒബ്സർവ് ദി മാപ്പ് ടു ഐഡൻറ്റിഫൈ ദി കോണ്ടിനെൻറ്റ്സ് വെയർ ടൈഗെ റീജിയൻ ഈസ് ലൊക്കേറ്റഡ് ആൻഡ് ഇൻക്ലൂഡ് ഇറ്റ് ഇൻ മൈ ഓൺ അറ്റ്ലസ്. ഭൂപടം നിരീക്ഷിച്ചിട്ട് നെക്സ്റ്റ് പേജിലാണ്
ടൈഗ മേഖല ഏതെല്ലാം വൻകരകളിലാണ് കാണപ്പെടുന്നതെന്ന് കണ്ടെത്തി എൻ്റെ ഭൂപട ശേഖരത്തിൽ ഉൾപ്പെടുത്തുക. മോസ്റ്റ് ഓഫ് ദി ക്രോപ്സ് കനോട്ട് ബി ഗ്രോൺ ഇൻ സബ് ആർട്ടിക് ക്ലൈമറ്റ്സ്, ഹെൻസ് ദി കൾട്ടിവേഷൻ ഈസ് വെരി ലെസ് ഇൻ ദിസ് റീജിയൻ. ഉപ ആർട്ടിക് കാലാവസ്ഥയിൽ മിക്കവാറും തന്നെ വിളകളൊന്നും കൃഷി ചെയ്യാൻ സാധിക്കുകയില്ല. അതിനാൽ ഇവിടെ കൃഷി വളരെ കുറവാണ്. ലംബറിംഗ് ആൻഡ് വൂൾ ഇൻഡസ്ട്രി ആർ ദി മെയിൻ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ലംബറിംഗ് ഇൻഡസ്ട്രി ഈസ് വെരി പോപ്പുലർ ഇൻ കനേഡിയൻ ടൈഗ റീജിയൻ. മരം വെട്ടും കമ്പിളിരോമ വ്യവസായവുമെല്ലാമാണ് പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ. കാനഡയിലെ ഈ മേഖലയിൽ മരംവെട്ട് വ്യവസായം വളരെ, അതായത് ലംബറിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ പ്രശസ്തമാണ്. ലംബറിംഗ് ഈസ് മോർ ഇൻഡസ്ട്രിയലൈസ്ഡ് ഇൻ ദി ടൈഗ റീജിയൻ ദാൻ ഇൻ ദി ഇക്വട്ടോറിയൽ റീജിയൻ. വൈ? ഭൂമധ്യരേഖ പ്രദേശങ്ങളെക്കാളും വ്യാവസായിക അടിസ്ഥാനത്തിൽ മരംവെട്ട് ടൈഗ മേഖലയിൽ കൂടുതലാണ്. എന്താണ് കാരണം? എന്താണ്? അതായത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഈ ടൈഗയിലെ കോണിഫറസ് മരങ്ങൾ, അതായത് സ്തൂപിക, അഗ്ര, നിത്യഹരിത വൃക്ഷങ്ങൾ വേഗത്തിൽ വളരും. വലിയ തോതിലുള്ള വ്യാവസായിക മരംവെട്ടലിന് അനുയോജ്യമാണ്. As we move from the taiga region to the polar region, the height of vegetation decreases and becomes sparse and less in number. Only frigid vegetation such as shrubs and mosses can be found in regions close to the poles. ടൈഗ മേഖലയിൽ നിന്നും ധ്രുവപ്രദേശത്തോട് അടുക്കുന്തോറും സസ്യങ്ങളുടെ ഉയരം കുറഞ്ഞ് വരികയും എണ്ണം കുറഞ്ഞിട്ട് അവ അങ്ങിങ്ങായിട്ട് മാത്രം കാണപ്പെടുകയും ചെയ്യുന്നു. അതിശൈത്യമേഖലാ സസ്യങ്ങളായ കുറ്റിച്ചെടികളും പായലുകളും മാത്രമേ ധ്രുവപ്രദേശത്തിനടുത്ത് കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. പോളാർ റീജിയനിൽ അടുക്കുന്തോറും സസ്യങ്ങളുടെ ഉയരം കുറഞ്ഞു വരികയും വളരെ എണ്ണം കുറഞ്ഞ അവ അവിടെ എവിടെയൊക്കെ ആയിട്ട് മാത്രം കാണുകയൊക്കെ ചെയ്യും. പിന്നെ ഫ്രിജിഡ് വെജിറ്റേഷൻസ് ആണ്, അതായത് കുറ്റിച്ചെടികളും പായലുകളും മാത്രമേ ഈ പോളാർ റീജിയനിൽ കാണാൻ കഴിയും. ടണ്ട്ര റീജിയൻ, ടണ്ട്ര മേഖല. Tundra region is the extreme cold zone extending from north of the Arctic Circle in Alaska, Canada, Greenland and the Arctic coasts of Europe and Asia. Here winter temperature ranged from -25 degrees Celsius to -40 degrees Celsius and the summer temperature rises up to 10 degrees Celsius. Precipitation is mainly in the form of snowfall. ആർട്ടിക് വൃത്തത്തിന് വടക്ക് അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ്, യൂറോപ്പിലെയും ഏഷ്യയിലെയും ആർട്ടിക് സമുദ്രതീരങ്ങൾ എന്നീ പ്രദേശങ്ങളിലായിട്ട് വ്യാപിച്ചിരിക്കുന്ന അതിശൈത്യ മേഖലയാണിത്. എക്സ്ട്രീം കോൾഡ് സോണാണിത്. ഇവിടെ ശൈത്യകാല താപനില എന്ന് പറയുന്നത് -25 ഡിഗ്രി സെൽഷ്യസ് മുതൽ -40 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. വേനൽക്കാലത്ത് താപനില 10 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. ടണ്ട്ര മേഖലയിൽ മുഖ്യമായും മഞ്ഞ് വീഴ്ചയുടെ രൂപത്തിലാണ് മഴ പെയ്യാറുള്ളത്. Only a few plants can survive in the harsh climatic conditions of the tundra region. Plants grow only in summer due to the very short growing season available. Short shrubs and mosses are the main plants found here. The native people of this region, such as Eskimo and Lapas, lead a semi-nomadic life. Arctics are the regions with relatively little human intervention. Scientists and explorers are continuing their studies in this region in search of future possibilities for mankind. Further details about this climatic region will be discussed in the next chapter. ടണ്ട്ര മേഖലയിലെ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് വളരെ കുറച്ച് സസ്യങ്ങൾ മാത്രമേ അവിടെ അതിജീവിക്കുകയുള്ളൂ. വേനൽക്കാലത്ത് മാത്രമാണ് സസ്യങ്ങൾ വളരുന്നത്. വളർച്ചക്കാലം വളരെ കുറവായതിനാൽ ഉയരം കുറഞ്ഞ ചെറിയ കുറ്റിച്ചെടികളും പായലുകളുമാണ് ഈ മേഖലയിൽ കാണപ്പെടുന്നത്.
എസ്കിമോ, ലാപ്പാസ് തുടങ്ങി ഈ മേഖലയിലെ തദ്ദേശീയര് അർദ്ധ നാടോടി ജീവിതം നയിക്കുന്നു. മനുഷ്യ ഇടപെടലുകൾ താരതമ്യേന കുറഞ്ഞ ഇടങ്ങളാണ് ആർട്ടിക് പ്രദേശം എന്ന് പറയുന്നത്. ഭാവിയിൽ പ്രയോജനപ്പെടാവുന്ന സാധ്യതകൾ തേടി ശാസ്ത്രജ്ഞരും പര്യവേഷകരും ഈ മേഖലയിൽ പഠനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മേഖലയുടെ കൂടുതൽ പ്രത്യേകതകളൊക്കെ നമുക്ക് അടുത്ത അധ്യായത്തിൽ ചർച്ച ചെയ്യാം. Haven't you understood the different climatic regions of the world and their characteristics? Complete the table given below based on their characteristics. ലോകത്തിലെ വിവിധ കാലാവസ്ഥാ മേഖലകളും അവയുടെ സവിശേഷതകളും മനസ്സിലാക്കി ഈ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ചുവടെ നൽകിയ പട്ടിക പൂർത്തിയാക്കി നോക്കുക. ഈ ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ ചെയ്യുമ്പോൾ നോട്ടായിട്ട് തരാം. ഇനി അടുത്തത് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനം. Didn't you understand that each climate zone has a unique climate, flora and fauna and human living conditions? Studies indicate that uncontrolled exploitation of resources and unscientific developmental activities affect the unique climatic characteristics of each region. ഓരോ കാലാവസ്ഥാ മേഖലയിലും തനതായ കാലാവസ്ഥയും സസ്യജന്തുജാലങ്ങളും ജനജീവിത രീതികളും നിലവിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. അനിയന്ത്രിതമായ വിഭവ ചൂഷണവും അശാസ്ത്രീയ വികസന പ്രവർത്തനങ്ങളും ഓരോ കാലാവസ്ഥാ മേഖലകളിലെയും തനത് കാലാവസ്ഥാ സവിശേഷതകളിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഓരോ ക്ലൈമറ്റ് സോണിലും യുണീക്കായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ റിസോഴ്സിൻ്റെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷനും അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റും ഒക്കെ കൂടി കാലാവസ്ഥാ സവിശേഷതകളിലെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. UN defines climate change as a long-term shift in weather patterns and temperatures that is caused by human activity or natural variability. The time scale of climate change may range from a few years to millions of years. It affects ecosystems severely. UN അഥവാ യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്രസഭ എന്താണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പറയുന്നത്? അന്തരീക്ഷ താപനിലയിലും കാലാവസ്ഥയിലും മനുഷ്യ പ്രവൃത്തി മൂലം ഉണ്ടാകുന്നതോ സ്വാഭാവിക വ്യതിയാനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതോ ആയ ദീർഘകാല മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം അഥവാ ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥാ മാറ്റത്തിൻ്റെ കാലയളവ് ഏതാനും വർഷങ്ങൾ മുതൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ വരെയാകാം. അതായത് കാലാവസ്ഥാ മാറ്റം എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് വർഷമായിരിക്കും, ചിലപ്പോൾ ദശലക്ഷ കണക്കിന് വർഷങ്ങൾ വരെ ആയിരിക്കാം. കാലാവസ്ഥാ വ്യതിയാനം ആവാസ വ്യവസ്ഥകളെ സാരമായിട്ട് ബാധിക്കുന്നു. ഇക്കോസിസ്റ്റത്തെ സാരമായിട്ട് ഈ ക്ലൈമറ്റ് ചേഞ്ച് അഫക്റ്റ് ചെയ്യുന്നു. Picture of two differently held cabinet meetings are given. Figure 2.13. The first picture shows a cabinet meeting held at Mount Everest by Nepal. A country belongs to the Himalayas, which is the highest point of the world. The second picture is of a cabinet meeting held underwater by Maldives, an island nation with an average elevation of just 1.5 meters above the mean sea level. രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അത് വേറിട്ട രീതിയിൽ നടന്ന രണ്ട് മന്ത്രിസഭാ യോഗങ്ങളുടെ ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ ഹിമാലയത്തിൽ ഉൾപ്പെട്ട നേപ്പാൾ തങ്ങളുടെ മന്ത്രിസഭായോഗം എവറസ്റ്റ് പർവ്വതത്തിൽ വച്ച് ചേർന്ന ചിത്രമാണ് ഒന്നാമത്തേത്. സമുദ്രനിരപ്പിൽ നിന്നും വെറും 1.5 മീറ്റർ മാത്രം ശരാശരി ഉയരമുള്ള ദ്വീപ് രാഷ്ട്രമായ മാലിദ്വീപ് തങ്ങളുടെ മന്ത്രിസഭായോഗം കടലിനടിയിൽ ചേർന്നതാണ് രണ്ടാമത്തെ ചിത്രം. അതായത് നേപ്പാളും മാലദ്വീപും അവരുടെ ക്യാബിനറ്റ് മീറ്റിംഗ് ഡിഫറൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതായിട്ടാണ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നോക്കാം. These cabinet meetings were organized in a different manner to draw attention of the world nations to the problems of climate change.
The mountain country of Nepal and the island nation of Maldives are among the countries most affected by the global climate change. It is estimated that the Himalayan glaciers are melting at a rate of 12 to 20 meters per year as a result of global climate change. The increase in global temperature is causing rapid melting of glaciers and undesirable changes in ecosystem. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായിരുന്നു വേറിട്ട രീതിയിൽ ഈ മന്ത്രിസഭാ യോഗങ്ങൾ സംഘടിപ്പിച്ചത്. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് പർവ്വത രാജ്യമായ നേപ്പാളും ദ്വീപ് രാഷ്ട്രമായ മാലദ്വീപും. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായി ഹിമാലയത്തിലെ ഹിമാനികൾ അഥവാ ഗ്ലേസിയേഴ്സ് പ്രതിവർഷം 12 മുതൽ 20 മീറ്റർ വരെ ഉരുകുന്നു എന്ന് കണക്കാക്കിയിട്ടുണ്ട്. ആഗോള താപനിലയിലുള്ള വ്യതിയാനം ഹിമാനികൾ ക്രമാതീതമായി ഉരുകുന്നതിനും ഇക്കോസിസ്റ്റം അഥവാ ആവാസ വ്യവസ്ഥയിലെ അനഭിലഷണീയമായ മാറ്റങ്ങൾക്കും കാരണമാകുന്നു. ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഫലമായിട്ട് ഈ ഗ്ലേസിയേഴ്സ് ഒക്കെ ഉരുകി ഇക്കോസിസ്റ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. If the sea level rises by 2.5 meters, the Maldives will be completely submerged in the sea. Global sea level is estimated to rise by 0.42 cm per year as a result of climate change. സമുദ്രനിരപ്പ് 2.5 മീറ്റർ ഉയർന്നാൽ മാലദ്വീപ് പൂർണ്ണമായി കടലിൽ മുങ്ങിപ്പോകാനായിട്ട് ഇടയാകും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി ആഗോള സമുദ്രനിരപ്പ് പ്രതിവർഷം 0.42 സെന്റിമീറ്റർ ഉയർന്നുവെന്ന് കണക്കാക്കിയിട്ടുണ്ട്. Having you understood that climate change is the long-term shift in elements of climate. Which are these elements? ദീർഘകാലയളവിൽ കാലാവസ്ഥാ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം അഥവാ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് മനസ്സിലാക്കി എന്തെല്ലാം ഘടകങ്ങളിലാണ് മാറ്റം വരുന്നത്. എന്തെല്ലാം ഘടകങ്ങളിലാണ്? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, പ്രഷർ, winds, precipitation and humidity are the elements of climate. Climate change results from the shift in quantity, distribution pattern and seasonal pattern of these elements. It may affect a specific region or the whole world. അന്തരീക്ഷ താപം, വായുമർദ്ദവും കാറ്റുകളും, വർഷണം, ആർദ്രത എന്നിവയാണ് കാലാവസ്ഥാ ഘടകങ്ങൾ. അഥവാ എലമെന്റ്സ് ഓഫ് ക്ലൈമറ്റ്. ഇവയുടെ അളവ്, വിതരണക്രമം, കാലികക്രമം എന്നിവയിലുള്ള മാറ്റമാണ് കാലാവസ്ഥാ വ്യതിയാനം. കാലാവസ്ഥാ വ്യതിയാനം ഒരു നിശ്ചിത പ്രദേശത്ത് മാത്രം ബാധിക്കുന്നതോ ലോകം മുഴുവൻ ബാധിക്കുന്നതോ ആകാം. ക്ലൈമറ്റ് ചേഞ്ച് അഫക്റ്റ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് റീജിയണിലായിരിക്കാം അല്ലെങ്കിൽ ഹോൾ വേൾഡിൽ അഥവാ ലോകം മുഴുവനും ആയിരിക്കാം. Earth's climate has not always been the same. Climate has undergone cyclic changes throughout the Earth's history. Ice ages and interglacial periods are examples of Earth's natural climate change. Along with the natural climate changes, human intervention also causes changes in the world climate. Therefore, climate change can be classified into two categories as natural and anthropogenic. ഭൂമിയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരുപോലെ ആയിരുന്നില്ല. ഭൂമിയുടെ ചരിത്രത്തിൽ കാലാവസ്ഥ ചാക്രികമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഹിമയുഗങ്ങളും ഹിമാന്തര യുഗങ്ങളും ഭൂമിയുടെ സ്വാഭാവിക കാലാവസ്ഥാ മാറ്റത്തിന് ഉദാഹരണമാണ്. സ്വാഭാവിക കാലാവസ്ഥാ മാറ്റങ്ങളോടൊപ്പം മനുഷ്യൻ്റെ ഇടപെടലുകളും ലോക കാലാവസ്ഥയിലെ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അതിനാൽ കാലാവസ്ഥാ മാറ്റത്തെ സ്വാഭാവികം, മനുഷ്യജന്യം എന്നിങ്ങനെ 2 വിധത്തിൽ തരംതിരിക്കാം. ക്ലൈമറ്റ് ചേഞ്ചിനെ 2 കാറ്റഗറിയിൽപ്പെടുത്താം. 1 നാച്ചുറൽ, 2 ആന്ത്രോപോജനിക്.
Below are some of the activities that cause climate change. Find more of them and classify them as natural anthropogenic causes. കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ചില പ്രവർത്തനങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. കൂടുതൽ കണ്ടെത്തി അവയെ സ്വാഭാവിക കാരണങ്ങൾ, മനുഷ്യജന്യ കാരണങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കുക. നാച്ചുറലായിട്ടും ആന്ത്രോപോജനിക്കായിട്ടും തരംതിരിക്കുക. Deforestation, oil mining, industrialization, volcanic eruption, ocean currents. അതായത് വനനശീകരണം, എണ്ണഖനനം, വ്യവസായവൽക്കരണം, അഗ്നിപർവ്വത സ്ഫോടനം, സമുദ്രജല പ്രവാഹങ്ങൾ. ആദ്യത്തെ മൂന്നെണ്ണം ഡീഫോറസ്റ്റേഷൻ, ഓയിൽ മൈനിങ്, ഇൻഡസ്ട്രിയലൈസേഷൻ, ഇതൊക്കെ മനുഷ്യജന്യമായ കാരണങ്ങളാണ് അല്ലേ, ആന്ത്രോപോജനിക്കാണ്. വോൾക്കാനിക് എറപ്ഷൻ ആൻഡ് ഓഷ്യൻ കറൻസ് ഇവ രണ്ടും സ്വാഭാവികമായിട്ടുള്ള കാരണങ്ങളാണ്, നാച്ചുറലാണ്. നാച്ചുറൽ ക്ലൈമറ്റ് ചേഞ്ച് റിസൾട്ടിംഗ് ഫ്രം എൻഡോജനിക് എർത്ത് പ്രോസസ് കനോട്ട് ബി കൺട്രോൾഡ് ബൈ ഹ്യൂമൻ എഫർട്സ്. ക്ലൈമറ്റ് ചേഞ്ച് അഫക്ട്സ് നേച്ചർ ആൻഡ് ഹ്യൂമൻ ലൈഫ് ഇൻ വേരിയസ് വേസ്. Human interventions often aggravate climate change. Climate change does not affect just one region alone, but it creates multifaceted implication globally. ഭൗമ പ്രവർത്തനങ്ങളുടെ ഫലമായുള്ള സ്വാഭാവിക കാലാവസ്ഥാ മാറ്റം മനുഷ്യൻ്റെ പ്രയത്നത്താൽ നിയന്ത്രിക്കുക സാധ്യമല്ല. കാലാവസ്ഥാ വ്യതിയാനം വിവിധ രീതിയിൽ പ്രകൃതിയെയും മനുഷ്യജീവിതത്തെയും എല്ലാം ബാധിക്കുന്നുണ്ട്. പലപ്പോഴും മനുഷ്യ ഇടപെടലുകളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്നത്. കാലാവസ്ഥാ മാറ്റം ഒരു പ്രദേശത്തെ മാത്രം ബാധിക്കുന്നതല്ല, ആഗോളതലത്തിൽ ബഹുമുഖ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച്. ഹൗ ഡസ് ക്ലൈമറ്റ് ചേഞ്ച് അഫക്റ്റ് ഹ്യൂമൻ ലൈഫ്? കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യജീവിതത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു? ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തെ ഒരുപാട് ബാധിക്കുന്നുണ്ട് അല്ലേ. സമയത്ത് കൃഷി ചെയ്യാൻ പറ്റില്ല, അതുപോലെ കാലം തെറ്റി വരുന്ന മഴ, വെയിൽ, ഉരുൾപൊട്ടൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനുഷ്യൻ്റെ ജീവിതത്തെ ആകെ താറുമാറാക്കുന്നുണ്ട്. ഇൻഫർമേഷൻ ഫ്രം സ്റ്റഡി റിപ്പോർട്ട്സ് കണ്ടക്റ്റഡ് ബൈ ഇൻ്റർനാഷണൽ ഏജൻസീസ് ഓൺ ദി എഫക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആർ ഗിവൺ ബിലോ. ബേസ്ഡ് ഓൺ ദീസ് gather more information and organize a discussion on the challenges of climate change. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര ഏജൻസികൾ നടത്തിയ പഠന റിപ്പോർട്ടുകളിലെ വിവരങ്ങളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. ഇവ അടിസ്ഥാനമാക്കി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വെല്ലുവിളികളെക്കുറിച്ച് ക്ലാസ്സിൽ ചർച്ച സംഘടിപ്പിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ആവറേജ് സീ ലെവൽ റൈസ് ഓവർ 10 to 20 millimeter per year. IPCC Sea Level Rise Report 2023. ശരാശരി സമുദ്രനിരപ്പ് പ്രതിവർഷം 10 മുതൽ 20 മില്ലിലിറ്റർ വരെ ഉയരുന്നു. അത് 2023 IPCC സീ ലെവൽ റൈസിൻ്റെ റിപ്പോർട്ട് പറയുന്നതാണ്. The polar ice caps, which had an area of 7.5 million square kilometers in 1978, has shrunk to 3.74 million square kilometers by 2019. 1978 7.5 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉണ്ടായിരുന്ന ധ്രുവ ഹിമാനി 2019 3.74 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞു. ഇത് നാസയുടെ കണക്കാണ്. നാസ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് റിപ്പോർട്ട് 2020. About 135 million people are at risk of being displaced by desertification. 135 ദശലക്ഷത്തോളം ജനങ്ങൾ മരുഭൂമിവൽക്കരണ ഭീഷണി നേരിടുന്നു. UN കൺവെൻഷനിൽ പറഞ്ഞതാണ്. നെക്സ്റ്റ്, ഗ്ലോബൽ സർഫേസ് ടെമ്പറേച്ചർ ഇൻ 2011 to 2020 ഷോഡ് എ റൈസ് ഓഫ് 1.1 degrees Celsius compared to that in 1850 to 1990,000. IPCC ക്ലൈമറ്റ് ചേഞ്ച് 2023 റിപ്പോർട്ട്
1850 1900 കാലഘട്ടത്തെ അപേക്ഷിച്ച് 2011-2020 കാലഘട്ടത്തിൽ ആഗോള താപനില 1.1 ഡിഗ്രി സെൽഷ്യസിൻ്റെ വർധനവ് രേഖപ്പെടുത്തി. IPCC ക്ലൈമറ്റ് ചേഞ്ചസിൽ 2023 റിപ്പോർട്ടാണിത്. ദി സ്റ്റഡീസ് ഡ്യൂറിംഗ് 1985 to 2019 reveals that the nature of monsoon rain has been shifted from the rains lasted for a few months to torrential rain lasting for a few days. IPCC 6th assessment report. IPCC 6th അസസ്മെൻറ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഏതാനും മാസങ്ങൾ കൊണ്ട് പെയ്തിരുന്ന മൺസൂൺ മഴ ഏതാനും ദിവസങ്ങളിലെ അതിതീവ്ര മഴയായി പരിണമിച്ചുവെന്ന് 1985 മുതൽ 2019 വരെയുള്ള കാലയളവിൽ നടത്തിയ പഠനം വെളിവാക്കുന്നു. നെക്സ്റ്റ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. ഹരിതഗൃഹ പ്രഭാവവും ആഗോള താപനവും. Certain gases in the atmosphere are capable of trapping the solar energy in the atmosphere. Such gases like carbon dioxide and nitrous oxide are known as greenhouse gases. അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ സൂര്യതാപം അന്തരീക്ഷത്തിൽ തടഞ്ഞു നിർത്താൻ ശേഷിയുള്ളവയാണ്. കാർബൺ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ ഇത്തരം വാതകങ്ങളാണ് ഹരിതഗൃഹ വാതകങ്ങൾ അഥവാ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് അറിയപ്പെടുന്നത്. Greenhouse gases allow sunlight to pass into the Earth's surface and keep the atmosphere warm by intercepting terrestrial radiation returning from the Earth's surface. This process is known as greenhouse effect of the atmosphere. ഹരിതഗൃഹ വാതകങ്ങൾ സൂര്യപ്രകാശത്തെ ഭൂമിയിലേക്ക് കടത്തിവിടുകയും ഭൗമോപരിതലത്തിൽ നിന്നും തിരികെ പോകുന്ന ഭൗമ വികിരണം തടഞ്ഞു നിർത്തി അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് അന്തരീക്ഷത്തിൻ്റെ ഹരിതഗൃഹ പ്രഭാവം അഥവാ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് അറിയപ്പെടുന്നത്. Some human activities results in excess production of greenhouse gases. Due to this greenhouse effect of the atmosphere becomes stronger and the temperature increases. This increase in atmospheric temperature is called ഗ്ലോബൽ വാർമിംഗ്. മനുഷ്യൻ്റെ ചില പ്രവർത്തനങ്ങൾ ഹരിതഗൃഹവാതകങ്ങൾ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട്. ഇതുമൂലം അന്തരീക്ഷത്തിൻ്റെ ഹരിതഗൃഹ പ്രഭാവം കൂടുതൽ ശക്തമാകുകയും അന്തരീക്ഷ താപനില വർദ്ധിക്കുകയും ചെയ്യും. ഇതാണ് ആഗോള താപനം എന്നറിയപ്പെടുന്നത് അഥവാ ഗ്ലോബൽ വാർമിംഗ്. ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽസ് സച്ച് ആസ് കോൾ ആൻഡ് പെട്രോളിയം ഇൻഡസ്ട്രിയൽ effluents and solid waste are the sources of excess greenhouse gases in the atmosphere. Global warming accelerates climate change. കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിലൂടെയും വ്യവസായശാലകളിലെ മാലിന്യങ്ങളിൽ നിന്നും ഖരമാലിന്യങ്ങളിൽ നിന്നുമൊക്കെയാണ് ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ അധികമായിട്ട് എത്തുന്നത്. ആഗോളതാപനം കാലാവസ്ഥാ വ്യതിയാനത്തിന് ആക്കം കൂട്ടുന്നു. Changes resulting from global climate change can be seen in the different climate zones of the world and their unique climatic characteristics. If this continues, it will destabilize the climate zones and adversely affect the ecological balance. ലോകത്തിൻ്റെ വിവിധ കാലാവസ്ഥാ മേഖലകളിലും അവയിലെ തനതായ കാലാവസ്ഥാ സവിശേഷതകളിലും ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായ മാറ്റങ്ങൾ കാണുവാൻ കഴിയും. ഇത് തുടർന്നുകൊണ്ടിരുന്നാൽ കാലാവസ്ഥാ മേഖലകൾ അസ്ഥിരപ്പെടുകയും പാരിസ്ഥിതിക സന്തുലനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഐഡൻറ്റിഫൈ ഹൗ ക്ലൈമറ്റ് ചേഞ്ചസ് അഫക്റ്റ് ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. വിവിധ കാലാവസ്ഥാ മേഖലകളിൽ കാലാവസ്ഥാ വ്യതിയാനം ഏതെല്ലാം വിധത്തിൽ ബാധിക്കുന്നുവെന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. നെക്സ്റ്റ്, activities such as industrialization, land use change and urbanization are some of the human interventions that lead to climate change. International initiatives to protect climate and environment have begun ever since it is noted that their activation may harmfully affect the climate and environment. Let us see such initiatives.
വ്യവസായവൽക്കരണം, ഭൂവിനിയോഗ മാറ്റങ്ങൾ, നഗരവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് നയിക്കുന്ന മനുഷ്യൻ്റെ ഇടപെടലുകൾ. ഇത്തരം പ്രവർത്തനങ്ങൾ കാലാവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും ഏൽപ്പിക്കുന്ന ദോഷങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയതോടെ കാലാവസ്ഥയും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ ആരംഭിച്ചു. അവ ഏതൊക്കെയെന്ന് നോക്കാം. International initiatives year place interventions. Establishment of World Meteorological Organization year 1950 place Geneva organized World Climate Conference. അതായത് ലോക കാലാവസ്ഥാ സംഘടന വർഷം 1950 എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ്റെ തുടക്കം. സ്ഥലം ജനീവയാണ്. കാലാവസ്ഥാ സമ്മേളനങ്ങളാണ് ഇവർ. International initiatives establishment of World Meteorological Organization year 1950 place Geneva interventions organize World Climate Conferences. അതായത് അന്താരാഷ്ട്ര ഉദ്യമങ്ങളിൽ 1950 ലോക കാലാവസ്ഥാ സംഘടന ആരംഭിച്ചു. സ്ഥലം ജനീവയാണ്. അവരുടെ ഇടപെടലുകൾ എന്ന് പറയുന്നത് കാലാവസ്ഥാ സമ്മേളനങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് 1972 സ്റ്റോക്ക്ഹോം എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് സ്റ്റോക്ക്ഹോം സമ്മേളനം 1972 ആരംഭിച്ചത്. സ്ഥലം സ്റ്റോക്ക്ഹോം തന്നെയാണ്. പരിസ്ഥിതി പരിപാലനവും വികസനവുമൊക്കെയാണ് അവരുടെ അജണ്ട. എർത്ത് സമ്മിറ്റ് 1992 റിയോ ഡി ജനീറോ prepared UN Agenda 21 to promote environment friendly development. അതായത് ഭൗമ ഉച്ചകോടി 1992 റിയോ ഡി ജനീറോയിൽ വെച്ച് തുടക്കമിട്ടു. പ്രകൃതി സൗഹൃദ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി UN അജണ്ട 21 അജണ്ട തയ്യാറാക്കി. അജണ്ട 21 എന്നാണ് അറിയപ്പെടുന്നത്. Kyoto Protocol 1997 Kyoto reduced the amount of greenhouse gases in the atmosphere. ക്യോട്ടോ പ്രോട്ടോക്കോൾ 1997 ക്യോട്ടോയിൽ വെച്ച് അന്തരീക്ഷത്തിൽ ഹരിത ഗൃഹവാതകങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏതാണ്? മോൺട്രിയൽ പ്രോട്ടോക്കോൾ 1987 മോൺട്രിയൽ reduced the production and consumption of ozone depleting സബ്സ്റ്റാൻസസ്. അതായത് മോൺട്രിയൽ പ്രോട്ടോക്കോൾ 1987 തുടക്കമിട്ടു. മോൺട്രിയലാണ് സ്ഥലം. ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന പദാർത്ഥങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. നെക്സ്റ്റ് പാരീസ് എഗ്രിമെൻ്റ് ആണ്. 2015 പാരീസിൽ വെച്ച് തന്നെയാണ്. റെഡ്യൂസ് ഗ്ലോബൽ വാർമിംഗ് ഹെൽപ്പിംഗ് വേൾഡ് നേഷൻസ് ടു കോപ്പ് അപ്പ് വിത്ത് ദി ഹാംഫുൾ എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അതായത് 2015 പാരീസ് ഉടമ്പടി പാരീസിൽ വെച്ച് തന്നെ ആഗോള താപവർദ്ധനവ് കുറയ്ക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അനന്തരഫലങ്ങളോട് പൊരുത്തപ്പെടുവാനായിട്ട് ലോകരാഷ്ട്രങ്ങളെ സഹായിക്കുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ അജണ്ട എന്ന് പറയുന്നത്. നെക്സ്റ്റ് G20 സമ്മിറ്റ്. G20 ഉച്ചകോടിയാണ്. 2023 ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു. വൺ എർത്ത് വൺ ഫാമിലി വൺ ഫ്യൂച്ചർ ഗ്രീൻ ഡെവലപ്മെൻറ്റ് ക്ലൈമറ്റ് ഫിനാൻസ് ഓവറോൾ ഡെവലപ്മെൻറ്റ്. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി, ഹരിത വികസനം, കാലാവസ്ഥ, ധനകാര്യം, സമഗ്ര വികസനം. ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. ക്ലൈമറ്റ് ചേഞ്ച് കനോട്ട് ബി കംപ്ലീറ്റ്ലി പ്രിവെൻറ്റഡ് ബട്ട് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ദാറ്റ് ഇൻഡ്യൂസസ് ക്ലൈമറ്റ് ചേഞ്ച് ക്യാൻ ബി കൺട്രോൾഡ്. ഓർഗനൈസ്ഡ് ഡിസ്കഷൻ ഇൻ ദി ക്ലാസ് ഓൺ ദി ചേഞ്ചസ് to be brought about in industrial and other developmental activities enabling sustainable resource utilization. കാലാവസ്ഥാ മാറ്റം പൂർണ്ണമായിട്ട് തടയുവാനൊന്നും സാധിക്കില്ല. എന്നാൽ കാലാവസ്ഥാ മാറ്റത്തിന് ആക്കം കൂട്ടുന്ന മനുഷ്യൻ്റെ ഇടപെടലുകൾ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും. സുസ്ഥിര വിഭവവിനിയോഗം സാധ്യമാക്കിക്കൊണ്ട് വ്യവസായ വികസന പ്രവർത്തനങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. ഡിസ്കഷൻ പോയിൻറ്റ്സ്: പ്രൊമോഷൻ ഓഫ് എനർജി എഫിഷ്യൻസി, ഊർജ്ജ കാര്യക്ഷമത പ്രോത്സാഹിപ്പിക്കൽ, പ്രൊട്ടക്ഷൻ ഓഫ് ഫോറസ്റ്റ്സ്, വനങ്ങൾ സംരക്ഷിക്കൽ, ചേഞ്ച് ഇൻ ടെക്നോളജി, സാങ്കേതിക വിദ്യയിൽ മാറ്റങ്ങൾ വരുത്തൽ, എൻകറേജ്മെൻറ്റ് ഓഫ് ദി യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സച്ച് ആസ് വിൻഡ് ആൻഡ് സോളാർ എനർജി, കാറ്റ്, സൗരോർജ്ജം തുടങ്ങിയ പാരമ്പര്യേതര ഊർജ്ജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കൽ. ഇതൊക്കെ
നിങ്ങൾ ഡിസ്കഷൻ ചെയ്യുക. Millions of people of the world's ever-increasing population depends on the climate for their livelihoods. Even a small change in climate can affect the lives of people adversely. Therefore, it is essential to control activities that cause climate change. Since climate change is not a problem that affects only one region or country, it is essential for all the nations to work together for the sustainable existence of human life. ദിവസം തോറും വർദ്ധിച്ചു വരുന്ന ലോക ജനസംഖ്യയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കാലാവസ്ഥയെ ആശ്രയിച്ച് ഉപജീവനം സാധ്യമാക്കുന്നവരാണ്. കാലാവസ്ഥയിൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ പോലും വലിയ രീതിയിൽ ജനജീവിതത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതിനാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെയോ രാജ്യത്തെയോ മാത്രമായി ബാധിക്കുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം യോജിച്ച് പ്രവർത്തിക്കേണ്ടത് മനുഷ്യജീവിതത്തിൻ്റെ സുസ്ഥിരമായ നിലനിൽപ്പിന് അനിവാര്യമാണ്. ക്ലൈമറ്റ് റെഫ്യൂജീസ്, കാലാവസ്ഥ അഭയാർത്ഥികൾ. Many people are being forcibly displaced by the impacts of climate change induced disasters such as droughts, floods, desertification, sea level rise and sea inundation. Climate refugees, കാലാവസ്ഥ അഭയാർത്ഥികൾ. Many people are being forcibly displaced by the impacts of climate change induced disasters such as droughts, floods, desertification, sea level rise and sea inundation. They are forced to migrate to other regions or countries. Such migrations are called climate migration. UN figures indicate that around 50 million people have been displaced due to climate-related events. Those who have to leave their homes and livelihoods due to climate-related phenomena are called climate refugees. അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്ന വരൾച്ച, പ്രളയം, മരുഭൂമിവൽക്കരണം, സമുദ്രനിരപ്പ് ഉയരൽ, കടലേറ്റം തുടങ്ങിയ ദുരന്തങ്ങളുടെ ആഘാതത്താൽ അനേകം ആളുകൾ നിർബന്ധപൂർവ്വം കുടിയൊഴിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവർ മറ്റ് പ്രദേശങ്ങളിലേക്കോ രാജ്യങ്ങളിലേക്കോ കുടിയേറാൻ നിർബന്ധിക്കപ്പെടുന്നു. ഇത്തരം കുടിയേറ്റമാണ് കാലാവസ്ഥ കുടിയേറ്റം, ക്ലൈമറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഏകദേശം 50 ദശലക്ഷം ജനങ്ങൾ കാലാവസ്ഥ സംബന്ധമായി കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് എന്ന് UN കണക്കുകൾ സൂചിപ്പിക്കുന്നു. കാലാവസ്ഥ സംബന്ധമായ പ്രതിഭാസങ്ങൾ മൂലം തങ്ങളുടെ വാസസ്ഥലവും ജീവനോപാധികളും ഉപേക്ഷിക്കേണ്ടി വരുന്നവരാണ് കാലാവസ്ഥ അഭയാർത്ഥികൾ അഥവാ ക്ലൈമറ്റ് റെഫ്യൂജീസ്. റോബർട്ട് സ്വാൻ്റെ ഒരു കോട്ടോടുകൂടി ഈ പാഠഭാഗം അവസാനിക്കുകയാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? ദി ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ടു അവർ പ്ലാനറ്റ് ഈസ് ദി ബിലീഫ് ദാറ്റ് സംവൺ എൽസ് വിൽ സേവ് ഇറ്റ്. റോബർട്ട്സൺ ആരാണ്? അദ്ദേഹം 2 ധ്രുവപ്രദേശങ്ങളിലും എത്തിയ ആളാണ്. പിന്നെ അന്റാർട്ടിക്കയുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ സ്ഥാപകൻ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് മറ്റാരെങ്കിലും അതിനെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസമാണ്. അതായത് ഭൂമിയിലിരിക്കുന്ന മനുഷ്യർ പറയില്ലേ, എല്ലാം രക്ഷിക്കാൻ ആരെങ്കിലും വരും, എവിടെ നിന്നെങ്കിലുമൊക്കെ വരും അല്ലേ, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഗ്രഹത്തിലെ ഏറ്റവും വലിയ, നമ്മുടെ പ്ലാനറ്റിൻ്റെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് മറ്റാരെങ്കിലും വന്ന് അതിനെ രക്ഷിക്കുന്ന വിശ്വാസമാണ്. ആ വിശ്വാസമാണ് എല്ലാത്തിനെയും നശിപ്പിക്കുന്നത് അല്ലേ. അങ്ങനെയല്ല, നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം നമ്മുടെ ഗ്രഹത്തിനെ സംരക്ഷിക്കുവാനായിട്ട്. ഈ പാഠഭാഗം ഇവിടെ തീരുകയാണ്. അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറുമായിട്ട് കാണാം.